ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ അടുക്കളയിലാണ്. ബാക്കിൽ ചുമരൊക്കെ ഒരു ഈർപ്പം പിടിച്ചിട്ട് എന്തോ ഒരു കുറവായിട്ടുണ്ട്, അതൊന്നും കാര്യമാക്കരുത്. അപ്പോൾ ഇന്ന് നമ്മൾ എന്ത് റെസിപ്പിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിച്ചണിലായതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡാണല്ലോ. ഞാൻ ഫിഷ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഇതേ നമ്മൾ നെയ്യിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളത് വെള്ളത്തിലേക്ക് ഇളക്കല്ലേ. നമ്മൾ മീൻ കായം പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. വെറുതെ ഉപ്പും കായം പുരട്ടി വെച്ചതാണ്. മഞ്ഞൾ, മുളക് പൊടി, ഉപ്പ്, കുറച്ച് വിനാഗിരിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇത് പൊരിച്ചെടുക്കണം ആദ്യം. ഇപ്പം നമ്മൾ മീൻ പൊരിച്ച് മാറ്റിയിട്ട് ഇതിലേക്ക് സവാള ഇട്ടിട്ടുണ്ട്. മീൻ പൊരിച്ചത് നമ്മൾ കായം പരട്ടിയ പാത്രത്തിൽ തന്നെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്ത് മീനാന്ന് വെച്ചെങ്കിൽ ചൂരയെന്ന് തോന്നുന്നുണ്ട്, എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ സവാളയും പച്ചമുളകും പിന്നെ കറിവേപ്പിൻ്റെ മാത്രമേ ഇട്ടിട്ടുള്ളൂ. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വാടാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. അത്യാവശ്യം നന്നായിട്ട് വാടണം. പിന്നെന്ന് വെച്ചെങ്കിൽ ഇതിലധികം മസാലകളൊന്നും യൂസ് ചെയ്യണില്ല. മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല. നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ അത്രയും നല്ല. വീട്ടിൽ നിന്ന് ഉണ്ടാക്കി എൻ്റെ തീർന്നു പോയി. അതുകൊണ്ട് ഞാനിത് കിച്ചൺ ട്രഷേഴ്സിൻ്റെ ഗരം മസാലയാണ്. അടിപൊളിയായിട്ടോ അത്. എൻ്റെ ചിക്കനായാലും എല്ലാം അടിപൊളിയാണ്, ചിക്കൻ മസാല. അതുകൊണ്ട് മുളക് പൊടി ഇതിൽ ആവശ്യമില്ല. പിന്നെ ഇതാണ് മെയിനായിട്ട് ചേർക്കേണ്ടത്. പച്ചമുളക് എരിവുള്ളതാണെങ്കിൽ അത്രയും ബെറ്റർ കേട്ടോ. നന്നായി വാടി കഴിഞ്ഞതിന് ശേഷം തക്കാളിയും ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടതിന് ശേഷമാണ് ഈ മസാലകളൊക്കെ നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ ഏതായാലും ഇത് നന്നായിട്ട് വാടട്ടെ. ഇനി നമ്മൾ ഇതിലേക്ക് ഇത് ഇടുന്നുണ്ട് കേട്ടോ. ഇതിൽ ഗ്രാമ്പും ഇത് മറ്റേ ഒരു പൂവിൻ്റെതും പിന്നെ കുരുമുളക് പിന്നെ കുറച്ച് ജീരകം, ഒരു ചെറിയൊരു ഏലക്ക. അപ്പോൾ അത് നമുക്കിപ്പോൾ ഇവിടെ നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് തക്കാളി 2 തക്കാളി എടുത്തു. 4 സവാളയും 2 തക്കാളിയായിട്ട് എടുത്തത്. നമ്മൾ മീനനുസരിച്ചിട്ട് വേണം എടുക്കാൻ. ഇവിടെ എന്ന് വെച്ചെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് അധികം കായം കൂട്ടൂല. ഞാൻ തന്നെ ഉള്ളൂ ഇതിന് മസാലക്കായ ചോറിന് കൂട്ടുന്നത്. അതെ, നമ്മൾ ഫിഷ് ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെയുള്ള ആ ഒരു ഡിസൈൻ മാത്രമേ വെച്ചുള്ളൂ ആ ബൗളാക്കിയിട്ട് മറക്കുന്നത്. അപ്പോൾ നമ്മൾ സൈഡ് ഡിഷായിട്ട് ഒരു തേങ്ങയില്ല. ഞാൻ തൈര് വാങ്ങണം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മറന്നുപോയി. പിന്നെ അച്ചാറൊക്കെ തീർന്നു പോയി. അച്ചാർ എനിക്ക് വലിയ താല്പര്യമില്ല. സോ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകട്ടെ. ഇല്ലാமல் കുറേ നേരമായി ബിരിയാണി പറയുന്നത്. അപ്പം നോക്ക് കൊടുക്കട്ടെ. പീസൊക്കെ ഉണ്ട് കേട്ടോ. ഇത് വലിയ പീസാണ്. ചൂരയെന്ന് തോന്നുന്നുണ്ട്. ഇത് നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. മീൻ വെന്തിട്ടുണ്ട്.
സംഭവം എനിക്ക് ഓൾറെഡി എൻ്റെ മീൻ ബിരിയാണി എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് എൻ്റെ തന്നെ. സോ എനിക്ക് ഇഷ്ടമായി, നല്ല രസം. എനിക്ക് കൂടുതൽ ഇഷ്ടമായ എനിക്ക് കൂടുതൽ ഇഷ്ടം എൻ്റെ ചെമ്മീൻ ബിരിയാണി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇവിടെ ആര് ഗസ്റ്റ് വന്നു കഴിഞ്ഞാലും നാട്ടിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാലും ഞാനത് ഉണ്ടാക്കുന്നത്. അപ്പം വീഡിയോ ഇത്ര ഉള്ളൂ. നിങ്ങൾ ഏതായാലും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ബൈ.